ഭയങ്കര എന്താ എൻ്റെ ഒരു കോൺഫിഡൻസ്, ഇങ്ങനെയൊക്കെ പറയാൻ അവസരം കിട്ടിയിരുന്നോ? ആരുടെ അടുത്താ സർ? ജൂലൈ എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കരുത് കേട്ടാ. ഓക്കെ, അടുത്ത് വരട്ടെ. ആയിക്കുട്ടാ, ഗായത്രി എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, നല്ലൊരു കോസ്റ്റാറാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. എപ്പോഴും ഭയങ്കര പോസിറ്റീവാണ് ഗായത്രി. ആ ഒരു ഫാക്ടർ എനിക്കെപ്പോഴും ഗായത്രിയിലെ വലിയൊരു പ്ലസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബട്ട് സി ഗായത്രി, ഞാൻ ഗായത്രിയോട് ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ടഡ് ടു ആസ്ക് യു ടുഡേ. എന്താണെന്ന് വെച്ചാൽ, ആസ് എൻ ആക്ട്രസ് ഗായത്രിയുടെ ഒരു ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം ഞങ്ങൾക്ക് അടുത്ത് കാണാൻ സാധിക്കുമോ? എപ്പോഴായിരിക്കും? ആർ യു പ്രിപ്പയർഡ് ടു ഒരു ശക്തമായിട്ടുള്ള ഒരു വെരി സ്ട്രോങ് ഗായത്രി സുരേഷ് എന്ന് എടുത്ത് പറയിക്കാൻ പറ്റുന്ന വിധമുള്ളൊരു കഥാപാത്രം ഞങ്ങൾക്ക് ആസ് റെഗുലർ ഓഡിയൻ, ആസ് യുവർ ഫ്രണ്ട്, ഞങ്ങൾക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഗായത്രിയുടെ വളരെ അടുത്ത ഫ്രണ്ടാണോ? അതെ. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് പരദോഷങ്ങൾ പറയാറുണ്ടോ? കണ്ടോ? ആ പരദോഷം പറയുമ്പോൾ അതിൽ പറയുന്ന ഒരു 10% ജുവലിനെ കുറിച്ചാണോ? എന്റെ ഫ്രണ്ടാ. അന്ന് ഉറപ്പാ. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ പ്രിപ്പയർഡ് ആണ്, പക്ഷെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും പ്രിപ്പയർഡ് ആണ്. ഐ ആം റെഡി, എവർ റെഡി. നമ്മളൊരു സിനിമയിലേക്ക് അഭിനയിക്കുന്ന സമയത്ത് മറ്റ് സിനിമകളിൽ അഭിനയിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് പലപ്പോഴും. ആ ഒരു കഥാപാത്രം, ഈ കഥാപാത്രം, അതൊക്കെ ആയിട്ടൊരു പലപ്പോഴും നമ്മുടെ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലിങ്ങനെ പല കഥാപാത്രങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പഴയ എസ്റ്റർ ഇയേഴ്സിലെ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയാറ് സുഹാസിനിയുടെ ചില റോളുകൾ, അങ്ങനെ പല ആൾക്കാർ പറയാറുണ്ട്. ഗായത്രിക്ക് അങ്ങനെ എന്തെങ്കിലും ഇമേജസ് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടോ? സർ, ഇപ്പോൾ അടുത്ത ബാഹുബലിയിലത്തെ ദേവസേന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. പിന്നെ എൻ്റെ മനസ്സിലുള്ളൊരു ഡ്രീം ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി പതുക്കെ വലിയൊരു നിലയിലെത്തണത്. അതായത് അവളുടെ ഹാർഡ് വർക്കും ചുറ്റുള്ള ആൾക്കാർ സഹായിക്കും. മിസ് കേരളയായി സിനിമയിലേക്ക് വന്ന് വ്യവസായിയായി, അങ്ങനെയല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? അതെ, പ്ലീസ്. അതെന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, ഒരു സക്സസ് സ്റ്റോറി. അതെ അല്ലേ? കഷ്ടപ്പെട്ടുന്നു. നിങ്ങളൊക്കെ ഒരു പക്ഷേ സമാനമായിട്ടുള്ളൊരു ഫാമിലി സിറ്റുവേഷനിൽ വന്നവരായിരിക്കാം. റീത്തോസ് എല്ലാവരും, നമ്മളെല്ലാവരും ഒരു മിഡിൽ ക്ലാസ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ സന്തോഷങ്ങൾ എല്ലാം ഉണ്ടാവും. മിക്സ്ഡ് ബാഗ് ആയിരിക്കും ലൈഫിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള അവസരങ്ങളുള്ളൊരു കുട്ടി ഉയർന്ന് മുകളിലേക്ക് പോകും. അതാണ് ഗായത്രിയുടെ മനസ്സിലുള്ള ഒരു റോള്. വരട്ടെ. ചായ വെച്ചോ നീ? ഓ, ഇനിയിപ്പോ ഞാൻ തന്നെ ചായ വെക്കണം. എന്താ നിനക്ക് ചായ വെച്ചാൽ നിനക്കറിയില്ലേ? ഓ, ഞാനൊക്കെ പറയുന്നില്ലേ? ഇനിയിപ്പോ എനിക്ക് വീട്ടിൽ ചായ ഇട്ട് തരാൻ ആരുമില്ലേ? നിന്റെ മുഖം കൊണ്ടുള്ള ഗോഷ്ടിയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കിപ്പോ ചായ കിട്ടണം. അമ്മേ, എന്താ മോനെ? നമുക്ക് നീ റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിച്ചാൽ മോനെ. നിനക്ക് ഈ കുടുംബത്തിനോട് ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ. നീ എന്നെ താർത്തി കളഞ്ഞു. കണ്ട വർഷേ, എന്റെ മോൻ എനിക്ക് റെസ്റ്റോറൻറ്റിൽ ചായ മേടിച്ചു തരാന്ന് പറഞ്ഞു. നിനക്ക് നാണമുണ്ടോ വർഷേ? എന്താ ഗായത്രി ഒന്നും മിണ്ടാണ്ടിരിക്കണേ? നിന്നെ ആണി അടിച്ചു വെച്ചിട്ട് ആരെങ്കിലും? അല്ല, ഞാൻ സാറിന്റെ ചോദ്യത്തിനെ ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ നിന്റെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരായിരുന്നു കേട്ടോ. ഇതെന്താ സംഭവം? എന്താ അറിയോ സർ, വീണ്ടും ഞങ്ങളുടെ ഷൂട്ട് ലൊക്കേഷൻ. അപ്പൊ ഞങ്ങക്ക് വാട്സാപ്പില് ചന്ദനമഴ എന്ന് പറഞ്ഞ സീരിയലിന്റെ സ്പൂഫ് വീഡിയോ, ആഭരണമഴ എന്ന് പറഞ്ഞ വീഡിയോ കിട്ടി. അതിന്റെ ഡയലോഗും എല്ലാം തന്നെയാ. അപ്പൊ അത് കണ്ട് അതിന്റെ ഭയങ്കര ഫാൻസ് ആയിട്ട് നമുക്ക് എന്നാ ആ 3 ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്ത് നോക്കിയാലോ എന്ന് വന്ന് ചെയ്തു നോക്കിയപ്പോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഇട്ടു. പിന്നെ അവിടുന്ന് പോയി കാര്യങ്ങള് പോയി. പിന്നെ ഒറ്റ സിനിമ കൊണ്ട് നിലനിൽപ്പ് നടന്ന നടിമാർ എന്താ അങ്ങനെയൊക്കെ ഇപ്പോഴും അതിന്റെ ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക സർ. ഇപ്പോഴും അതിന്റെ ആ ഒരു ഡിഫെയിം ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അതിപ്പോഴും കണ്ടിന്യൂ. എന്താ ആൾക്കാർക്ക് ഇപ്പോഴും ഒരുപാട് പേര് അതുകൊണ്ട് വെറുക്കണു എന്നുള്ള ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്.
ഒരുപാട് പേര് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഗായത്രിയോട് ഞങ്ങൾ ശരിക്കും സീരിയലിനെ കളിയാക്കി നോക്കിയ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നേ ഇല്ല. ഞങ്ങൾ ആഭരണമഴയുടെ സ്പൂഫ് വീഡിയോ അതേപോലെ സത്യം പറഞ്ഞാൽ ഈ പിള്ള മനസ്സിലൊരു കള്ളമില്ല കേട്ടോ. യഥാർത്ഥത്തിൽ ഇത് അറിയാതെ ഓരോ ഗോഷ്ടി കാണിച്ച് പോകുന്നതാണല്ലേ. പക്ഷെ ഇതിന് വരായികളെ കുറിച്ചൊന്നും ചിലപ്പോൾ ചിന്തിക്കണമെന്നില്ല. പക്ഷെ അതിനൊരു സ്പോർട്ടി ആയിട്ട് എടുത്താൽ മതിയായിരുന്നു ആൾക്കാർ അല്ലേ. ആ പക്ഷെ ഞാനൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു വിശാല ഹൃദയത്തിൽ എല്ലാവർക്കും ഇല്ല കുട്ടി. ഈ ലോകം അങ്ങനെയല്ല. ശരിയാണ്.